പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ. ചാക്കോയ്ക്ക് തമാശ ഇഷ്ടമാ. തമാശയല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ച് തളർന്നു വിളിക്കുന്നു. ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. യൂസ്ലെസ് നിനക്ക്. ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പ്രതികരിച്ചത്. അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽ മാരാർ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാടാ, ഒറിജിനൽ ആണെന്ന് അറിയാം. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബെസ്റ്റ് തീരുമാനമായി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവും. എടാ, വേണ്ടാത്തതൊക്കെ അന്വേഷിക്കാനുള്ള നിന്റെ ഈ വക്രവൃത്തി നീ നേരാമണ്ണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. അടുത്ത ദിവസം തന്നെ അഖിൽ മാരാർക്കിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.